നമസ്കാരം. അടവുകൾ പലതും പയറ്റി നോക്കി മമതയും സർക്കാരും ബംഗാൾ ഗവർണറായ ആനന്ദ ബോസിനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ. പക്ഷേ ഒന്നും നടന്നില്ല. ഗവർണർ ആനന്ദ ബോസിനെ പൂട്ടാൻ മമത കളിച്ച കള്ളക്കളികളെല്ലാം പുറത്തായിരിക്കുകയാണ്. ആദ്യം മുതലേ താൻ കൊല്ലംകാരനാണെന്നും കേരളക്കാരനാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആനന്ദ ബോസ് പിന്നീടങ്ങോട്ട് കത്തിക്കയറുകയായിരുന്നു. ഒടുവിൽ ആ ലൈംഗികാരോപണം വ്യാജമാണെന്ന് തെളിയുന്നു. പരാതിക്കാരി തന്നെ നേരിട്ട് രംഗത്തെത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തനിക്ക് ഒരു പരാതിയുമില്ല എന്ന്. അവിടെ മുതൽ മമതയുടെയും പാർട്ടിക്കാരുടെയും കാലിടറി തുടങ്ങി. ഒരു ഗവർണർക്കെതിരെ വെറുതെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന മമതയുടെ ഒറ്റ ബുദ്ധിക്ക് ഇങ്ങ് കേരളത്തിൽ നിന്ന് പോയ ആനന്ദ ബോസ് കൊടുത്തത് മുട്ടൻ പണിയാണ്. തൊട്ടു പിന്നാലെ മമത സർക്കാരിലെ അഴിമതിക്കാരായ മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കേസുകളെല്ലാം വാരി വെളിയിലിടുകയാണ് ഗവർണർ ആനന്ദ ബോസ്. ഈ കേസുകളിലൊക്കെ തൃണമൂൽ നേതാക്കൾ കുടുങ്ങുമെന്ന് ഇപ്പോൾ ഏതാണ്ടൊക്കെ വ്യക്തമാവുകയാണ്. അതിൽ വിരണ്ട മമതയും തൃണമൂലും കെട്ടിച്ചമച്ച പീഡന കേസ് തിരുത്തി പറയാൻ യുവതിയോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്ഭവനിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തന്നെ ഗവർണർ മോശമായി സ്പർശിച്ചുവെന്നും ലൈംഗിക ആക്രമണത്തിന് ശ്രമിച്ചു എന്നുമായിരുന്നു പരാതിക്കാരി പോലീസിൽ പറഞ്ഞിരുന്നത്. ഏപ്രിൽ 19-നും 24-നുമാണ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതെന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. ജീവനക്കാരിക്ക് പ്രമോഷന് വേണ്ടി താൻ ശ്രമിക്കാമെന്ന് ആനന്ദബോസ് പറഞ്ഞതായും പരാതിയിൽ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം തിരുത്തി പറഞ്ഞിരിക്കുകയാണ് പരാതിക്കാരി. നിയമ നടപടികളുമായി മുന്നോട്ട് തന്നെ പോയി ആനന്ദബോസും. ഒടുവിൽ മമത പെട്ടു എന്ന് തന്നെ പറയണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്ഭവൻ ഓഫീസിലെ ഒരു ജീവനക്കാരിയെ ഗവർണർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നത്. പക്ഷേ ഇത് ഗവർണറെ പൂട്ടാനുള്ള ട്രാപ്പാണെന്ന് അപ്പോൾ തന്നെ അഭിപ്രായം ഉയർന്നു. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായതും നടന്നതുമൊക്കെ. ഗവർണർക്കെതിരെ പരാതി നൽകിയെന്ന് പറയുന്ന സ്ത്രീ തനിക്ക് പരാതിയില്ലെന്ന് രേഖാമൂലം പലവട്ടം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായാണ് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. ഇപ്പോൾ രാജ്ഭവൻ സ്റ്റാഫിനെയും ഗവർണറുമായി അടുത്തു നിൽക്കുന്നവരെയും വ്യാജ കേസുകളിൽ കുടുക്കി ഭീഷണിപ്പെടുത്താനാണ് ശ്രമങ്ങളും നടക്കുന്നത്. ഇക്കാര്യത്തിൽ നടത്തിയ ജുഡീഷ്യൽ അന്വേഷണവും മമതയ്ക്കെതിരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ മമത ബോസിനോടുള്ള കളിയിൽ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. കേസ് ചീറ്റിപ്പോയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അടുത്തിടെയുണ്ടായ ഹൈക്കോടതി വിധി മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമങ്ങളിൽ ഇരയായവരെ രാജ്ഭവനിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞ നടപടിയെ ഗവർണറും കൊൽക്കത്ത ഹൈക്കോടതിയും രൂക്ഷമായി വിമർശിച്ചു. അക്രമത്തിന് ഇരയായവർക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും ഗവർണറെ കാണുന്നതിന് രാജ്ഭവൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ അവർ രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് പോലീസ് തടയുകയായിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചു. പശ്ചിമ ബംഗാൾ ഗവർണർ വീട്ടുതടങ്കലിലാണോ എന്ന് കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഗവർണർ അനുമതി നൽകിയാൽ അക്രമത്തിന് ഇരയായവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും രാജ്ഭവൻ സന്ദർശിക്കാമെന്ന് കോടതി വിധിച്ചു. രാജ്ഭവൻ സ്റ്റാഫിനെതിരെ എടുത്ത കേസ് സ്റ്റേ ചെയ്യുകയും ചെയ്തതും മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയായി. ഏതായാലും BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സർക്കാർ ഗവർണർ പോര് അതിരൂക്ഷമാവുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഈ പ്രശ്നം വലിയ രീതിയിൽ നിലനിൽക്കുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിലെ പ്രശ്നങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാളി ഗവർണറായ CV ആനന്ദ ബോസിനെ ലൈംഗിക പീഡന കേസിൽ കുടുക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവർ ശ്രമിച്ചത് ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്.